സ്തോത്രം. Hallelujah. Rektathaljem. Praise the Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. മൗനമായിരിക്കാതെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഉയർപ്പിൻ്റെ ദിനം എത്തുവാൻ ഹല്ലേലൂയ സ്വർഗ്ഗം തന്ന നല്ല കൃപയ്ക്കായി നല്ല ദയയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2-3 പേർ ഹല്ലേലൂയ ദൈവത്തിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ഇവിടെ കൂടിയാൽ അവിടെ മധ്യത്തിൽ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തതാൽജയം, 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 രക്തതാൽജയം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കാം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവരാവുന്ന ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ സാമർത്ഥ്യം കൊണ്ടല്ല ഹല്ലേലൂയ നമ്മൾ ഇന്ന് ഇവിടെ കടന്നു വന്നത് ദൈവത്തിൻ്റെ വിലയേറിയ കൃപ കൊണ്ടാണ്. ഹല്ലേലൂയ. അത് നമ്മൾ എപ്പോഴും നനച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മൾ ദൈവത്തെ ഹല്ലേലൂയ ഉരവിട്ടുകൊണ്ട് വേണം ജീവിക്കാൻ. ഹല്ലേലൂയ. എപ്പോഴും സ്തോത്രം എന്ന യാഗം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ. പ്രത്യാൽ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചുരുക്കം പേരാന്ന് നമുക്ക് കടന്നു വരുവാൻ സ്വർഗം കൃപ നൽകിയല്ലോ. സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തതാൽജയം, 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 രക്തതാൽജയം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ കർത്താവേ, നല്ലൊരു ഉയർപ്പിൻ്റെ ദിനം ദൈവമേ ഞങ്ങൾക്ക് കർത്താവെ ദാനമായി നീ നൽകിയല്ലോ കർത്താവെ. എത്ര മഹത്വപ്പെടുത്തിയാലും കർത്താവെ, എത്ര വർണ്ണിച്ചാലും അതിവരികയില്ല കർത്താവെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും കർത്താവെ അങ്ങേ ആരാധിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും കൂടെ കർത്താവെ ഞങ്ങൾക്ക് തന്ന നല്ലൊരു ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരാഴ്ച ജീവിപ്പാൻ ആവശ്യമായ എല്ലാ കൃപകളും നീ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. വരാവുന്ന ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ദൈവം ഞങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കൺമണി പോലെ സ്വർഗം ഞങ്ങളെ പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് കടന്നു വരുവാൻ സ്വർഗം കൃപ നൽകിയല്ലോ കർത്താവെ. ഞങ്ങൾ കർത്താവെ ഒരുക്കത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു കർത്താവെ. ഇന്ന് കടന്നു വന്നത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയേറിയ അനുഗ്രഹങ്ങൾക്കും കർത്താവെ വലിയേറിയ നന്മകൾക്കും കാരണമായി തീരുവാൻ ഇടയാകണം കർത്താവെ. കർത്താവെ പാട്ട് പ്രാർത്ഥന കർത്താവെ അതേറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ബലപ്പെടുത്തുമാറാകണം കർത്താവെ. ആത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകണം കർത്താവെ. മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ട് കടപ്പാൻ വയ്യാത്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഇന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാവരും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകണം കർത്താവ്. ഞങ്ങൾ കർത്താവെ മൗനമായി ഇരിപ്പാനല്ല കർത്താവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവെ ഓരോ ദിവസവും നീ ചെയ്ത കൃപകൾ ഓർത്താൽ കർത്താവെ നീ ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ എങ്ങനെ മൗനമായി ഇരിപ്പാൻ കഴിയും കർത്താവെ. കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് കടന്നു വരുവാൻ ദൈവം കൃപ നൽകില്ല കർത്താവ്. ഇന്ന് ഒരു അഭിഷേകത്തിൻ്റെ നിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഇടയാക്കണം കർത്താവെ. പ്രതിയാൽ ഞങ്ങളെ ദൈവം കൂട്ടിവരുത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനുഗ്രഹപ്പെട്ട സാക്ഷ്യങ്ങൾ ഒക്കെ കേൾക്കുവാൻ ദൈവം ബലപ്പെടുത്തണം. അനുഗ്രഹപ്പെട്ട സംഘത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം ബലപ്പെടുത്തുമാറാകണം. അനുഗ്രഹിക്കപ്പെട്ട വചനമൊക്കെ കേൾക്കുവാൻ തുടർന്ന് എല്ലാ ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ ദൈവം വേണ്ടിയാകണം. പ്രതിയാൽ കർത്താവെ പ്രിയ സൗമിച്ച നാട്ടിലേക്ക് കടന്നുപോയി യാത്രകളൊക്കെ സ്വർഗീയ സാന്നിധ്യം കൂടിയിരുന്നു. തൻ്റെ മാതാവിനും പിതാവിനും ദൈവം പൂർണ്ണമായി വിടുതൽ കൽപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അനേകര് രോഗത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കും. ദൈവം അവർക്കെല്ലാം ആശ്വാസവും വിടുതലും ഒക്കെ ദൈവം നൽകിയാട്ടെ കർത്താവ്. ഞങ്ങൾ ഇന്നിവിടെ ആരാധിക്കുമ്പോൾ കർത്താവ്, ഞങ്ങൾ ഇന്ന് ദൈവത്തെ ഇന്നിവിടെ നിന്ന് മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവെ എല്ലാ ബന്ധനങ്ങളും വഴിയാൻ എല്ലാ ഭാരങ്ങളും മാറിപ്പോകുവാൻ ദൈവം ബലപ്പെടുത്തുമാറാകണം കർത്താവെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കുമാറാക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ലൊരു പ്രഭാതം കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ കർത്താവെ. നല്ലൊരു സൺഡേ ദൈവമേ ഉയർപ്പിന്റെ ദിനം ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ കർത്താവെ. അങ്ങയെ ആരാധിക്കുവാൻ വേണ്ടി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. ദൈവമേ ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ. അല്പസമയം കൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ കൂടിയിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ ദൈവം നിറച്ചാട്ടെ കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനയായി സ്തോത്രം. കർത്താവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ സ്തോത്രം. പാട്ടുപാടുവാനായി ബ്രദറിനെ ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. വീണ്ടും ഒരാഴ്ചക്ക് ശേഷം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് എല്ലാവർക്കും കർത്താവ് ഭാഗ്യമൊരുക്കുന്നതിനായി ക്രിസ്തുവിക്കാം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവേ തന്ന ഒരിക്കൽ കൂടെ അങ്ങ് ഞങ്ങളുടെ കർത്താവെ കരുതിയ കാര്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പോൾ എത്ര പേർ കഴിഞ്ഞ ആഴ്ചകൾ കണ്ടവർ ഈ ആഴ്ചകൾ കർത്താവെ ലോകത്തിൽ മാറ്റപ്പെട്ടപ്പോൾ പലരും വെന്റിലേറ്ററിലും പലരും ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കഴിവോ നമ്മുടെ ആരോഗ്യം നമ്മുടെ ബലമൊന്നുമല്ല ദൈവമക്കളെ നമുക്ക്
കുടുംബമായിട്ട് വന്നിവിടെ കരുന്ന് കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളുമായി കർത്താവിനെ ആരാധിക്കുവാൻ ഈ സ്റ്റോക്കിൻ്റെ പ്രദേശത്തിൽ കർത്താവ് നമ്മളെ നിർത്തിയ കർത്താവിൻ്റെ വലിയ വിശ്വസ്തയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല കർത്താവെ, ഞങ്ങൾക്ക് നന്ദി നല്ലാതെ ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. നാഥ കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായി, കരുതിയ കരുതലുകൾക്കായി കർത്താവെ, ആ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ നിർത്തിയ കർത്താവിൻ്റെ വിശ്വസ്തയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനാണ് കർത്താവെ. സർവ്വനാമത്തിന് മേലായ നാമം കർത്താവെ അങ്ങയുടേതാണ് കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് കർത്താവെ രോഗത്തിന് സൗഖ്യം തരുന്നവനാണ്, ഞങ്ങൾക്ക് ജയം തരുന്ന നാഥനാണ് കർത്താവ്. ഞങ്ങളെ ഉയർത്തുന്ന കർത്താവിൻ്റെ കരമുണ്ട് കർത്താവെ. ഞങ്ങളീ പകൽക്കാലം വിശ്വസിക്കുകയും ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന കർത്താവെ. കർത്താവ് പാടുവാനുള്ള കൃപ ഞങ്ങൾ തീരുമാനമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കലും ഞങ്ങൾ നന്ദിയില്ലാത്തവരായി ഞങ്ങളുടെ ജീവിതത്തിൽ മാറരുതേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അപ്പാ. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനായാൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ അപ്പാ. കർത്താവെ, അറിഞ്ഞും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കർത്താവെ പാകപ്പിഴകൾ ക്ഷമിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹിമം പോലെ ഞങ്ങളൊന്ന് വെളുപ്പിക്കണേ നാഥനെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ കർത്താവെ കുറവുള്ളവരാണ്, ഞങ്ങൾ പാപികളിൽ പാപിയാണ് കർത്താവെ. കടന്ന് നിൽക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല കർത്താവെ. കർത്താവെ, ഞങ്ങളെന്ന് കഴുകണേ അപ്പാ. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങളെന്ന് പണിത് കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള പാനപാത്രമായി ഞങ്ങൾ ഓരോരുത്തരെ മാറ്റുമാറാകണേ നാഥനെ. ഹല്ലേലൂയ. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അങ്ങേക്ക് മഹത്വം നാഥ കർത്താവെ, അങ്ങേക്ക് മഹത്വം കർത്താവെ. അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. ആരാധനേ സമാരാധ്യനെ, ആരിലും ഉന്നതനായവനെ, ആരാധിക്കും ഞാൻ നിന്നെ എന്നും എൻ്റെ ആയുസ്സിൻ നാളുകളെല്ലാം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ആയുസ് നാൾ തോറും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അതെന്തുമായിക്കൊള്ളട്ടെ കർത്താവെ, അബ്ബാ പിതാവെ എന്ന് വിളിച്ച് കർത്താവിൻ്റെ പാദപത്തിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. ഹല്ലേലൂയ. ചേർന്ന് പാടാം. ആരാധനേ സമാരാധനേ. ആരാധിക്കും ഞാൻ
നാളുകളെല്ലാം ആരാധ്യനേ ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം നിന്റെ പ്രത്യക്ഷദീന മതിൽ നിന്റെ വിശ്വസ്ത ദാസനായി നിന്റെ വിശ്വസ്ത സാക്ഷിയായി നിന്റെ സന്നിധി എത്തിയിടും ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം ചേർന്ന ശക്തിയോടെ ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം ഒരിക്കൽ കൂടെ ആരാധ്യനേ ആരാധ്യനേ ആരിലും ഉന്നതൻ ആയവനേ ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം ആയുസ്സിൻ നാളുകളെല്ലാം ആയുസ്സിൻ നാളുകളെല്ലാം നമ്മുടെ രോഗക്കിടക്കയിൽ ഒരു സൗഖ്യപ്രദായകനായി ഹല്ലേലൂയ നമ്മുടെ പാപസംഹാരകനായി നമ്മുടെ സർവ്വം സ്നേഹിച്ചൊരു കർത്താവ് ഹല്ലേലൂയ നമ്മൾ പലരും ബലഹീനരാണ് ദൈവം. നമ്മൾ പലരും രോഗികളാണ് എങ്കിലും ദൈവം നമ്മളെ നിർത്തിയ കരുതൽ ഓർത്തും കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് ഞങ്ങൾ നിർത്തിയ കർത്താവിൻ്റെ കരുത്തിനായി നന്ദി പറയുന്നു കർത്താവേ ഹല്ലേലൂയ. കർത്താവെ ഈ സമയം കർത്താവ് പ്രിയ ചേച്ചിയുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പാടിയതുപോലെ കർത്താവെ ഞങ്ങളുടെ രോഗക്കിടക്കയിൽ ഒരു സൗഖ്യപ്രദായകനായ യഹോവ റാഫ ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ ആ സൗഖ്യദായകൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗക്കിടക്കയിൽ സൗഖ്യദായകനായി വിളിക്കുവാൻ അങ്ങയുടെ മുറിവേറ്റ കരം പ്രിയദാസനും ദാസിയിൽ മേൽ ഈ സമയം അങ്ങ് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് മൈലുകൾക്കപ്പുറം രാജ്യങ്ങൾക്കപ്പുറം ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗം തുറന്ന് ഹല്ലേലൂയ കർത്താവെ ഈ പകൽക്കാലം ഹല്ലേലൂയ ഈ സന്ധ്യാസമയം അങ്ങയുടെ കരത്തിൻ്റെ സ്പർശം ആ ദാസനും ദാസിയും ഒന്ന് അനുഭവിക്കട്ടെ കർത്താവെ ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഈ ആരാധന കഴിഞ്ഞ് കർത്താവെ പ്രിയ ചേച്ചിയുടെ കോള് വരുമ്പോൾ എൻ്റെ കർത്താവ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് സൗഖ്യം തന്നു എന്ന് കേൾക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് നാഥനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ കർത്താവെ അർപ്പണയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ പല നാളുകളായി കർത്താവ് ആ വയറ്റിലെ കർത്താവ് വായിലെ കർത്താവ് ആ വേദന കർത്താവ് അങ്ങ് അറിയുന്നല്ലോ കർത്താവ്. ആ ഏത് നെർവിനെയാണത് ബാധിക്കുന്നത് ഞങ്ങൾ അറിയുന്നില്ല, ഏത് ഇൻഫെക്ഷനാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല കർത്താവെ. അങ്ങയുടെ മുറിവേറ്റ കരം ഈ സമയം ഹല്ലേലൂയ ഏഴകളായ ഞങ്ങളുടെ മേൽ അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവെ. കർത്താവെ ഈ സ്റ്റോക്കിൻ്റെ ഈ പ്രദേശത്ത് അങ്ങയുടെ സാന്നിധ്യം ഒന്ന് ഇറങ്ങണമേ കർത്താവെ ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾ വെറുതെ വന്നവരായിട്ടല്ല കർത്താവ്, മടങ്ങിപ്പോകുമ്പോൾ ഇരട്ടി ശക്തിയോടെയും കർത്താവ് സൗഖ്യത്തോടെ
പിന്നാലെ മടങ്ങുവാൻ എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങൾ മേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി കർത്താവ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് സൗഖ്യം തന്നെ ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്, അത്ഭുതം ഞങ്ങളുടെ അവകാശമാണ് കർത്താവെ. അവകാശം ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് തൊട്ടതിനെ ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാരണം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. സ്തുതി ചെയ്യും മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. കാരണം ഇതുപോലിൽ സ്വജീവൻ നമുക്ക് തന്നൊരു സ്നേഹിതൻ വേറെ ആരുണ്ടെന്ന് കർത്താവ് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സകലവും തന്ന കർത്താവിന് കർത്താവ് ആ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം നൽകട്ടെ. ഹല്ലേലൂയ. ആ അടിപ്പിണരാൽ നമുക്ക് വിജയം നൽകട്ടെ. ആ അടിപ്പിണരാൽ നമുക്ക് കർത്താവ് സമ്പൽ സമൃദ്ധി നൽകട്ടെ. ആ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് നൽകട്ടെ. ഹല്ലേലൂയ. അതോടൊപ്പം നമുക്ക് നിത്യത കാണുവാനും കർത്താവ് ഇടയാക്കട്ടെ. ചേർന്ന് പാടി സന്തോഷം എല്ലാ ദിവസവും എഴുതിയിട്ട് സന്തോഷത്തോടെ കരങ്ങളെ ചേർത്തടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ വേറാരിനെ. സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. മരണാധികാരിയായിരുന്ന ഘോരനാം പിശാചിനെ മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ. മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത. അതുകൊണ്ട് സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. ബഹുമാന്യനാം ആചാര്യനായി വാനിലവൻ. ഹല്ലേലൂയ. ബഹുമാന്യനാം ആചാര്യനായി വാനിലവൻ. ഓ ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളും ആകയാൽ. ബലഹീനതയിൽ കൈവിടാതെ ചേർത്തുകൊള്ളും. സന്തോഷത്തോടെ സ്തുതി ചെയ് നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ. അതിധൈര്യമാ കൃപാസനത്തിൽ അന്തികത്തിൽ. അതിധൈര്യമായി കൃപാസനത്തിൽ അന്തികത്തിൽ ചെന്നു. സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ. ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ. ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാഥനെ. ബലവും
ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥൻ യേശുവേ. 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 ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അറുക്കപ്പെട്ടോനിൻ രുതിരത്തിൻ വിലയാൽ വാങ്ങിയതാ. നിന്തിരുമേ നീ അറുക്കപ്പെട്ടോനിൻ രുതിരത്തിൻ വിലയാൽ വാങ്ങിയതാ. ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ട് അവൻ ദയ ലഭിച്ചോർ നാം അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ പാപത്തിനതിനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. പാപത്തിനതിനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജത്തിലാക്കിയതാ. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജത്തിലാക്കിയതാ. ഓ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തു. മധുരം മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ നാം പുകഴ്ത്തിടാം. ഓ വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുക സിംഹാസനവാസികളും താൻ. ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്കായി ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്കായി കിരീടങ്ങൾ താഴെ കിട്ടും. അതുകൊണ്ട് ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടും. കാരണം അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമതേ. ദൈവകുഞ്ഞാ അവൻ യോഗ്യനെന്ന് ഓ മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമതേ. ഓഹോ സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇയച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇയച്ചിൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. അവൻ ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ
അവനെ നാം പുകഴ്ത്തിയിടാം പ്രത്യാശയോടെ. യേശു തൻ വേഗം വരുന്നതിനാ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. യേശു തൻ വേഗം വരുന്നതിനാ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളറിവേ. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളറിവേ. ഓ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുരരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുരരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ദൈവക്കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമകേ. ദൈവക്കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമകേ. സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇലച്ചിൽ പോൽ ഓ ആമേൻ 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 ആമേൻ. ഓ സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇലച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭ. ഒരിക്കൽ കൂടെ സ്തുതിച്ചിടാം. സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇലച്ചിൽ പോൽ ശബ്ദത്താൽ സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയ ലഭിച്ചോരേ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടും. കാരണം അതിനു യോഗ്യൻ ക്രിസ്തു അത്രേ. മാധുരരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുരരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുരരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ഹല്ലേലൂയ. മാധുരരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ഓ മാധുരരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനും യോഗ്യൻ ക്രിസ്തുവത്രേ. ഓ ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിനും യോഗ്യൻ ക്രിസ്തുവത്രേ. അമ്മൻ മാധുര്യരാഗം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ഓ മാധുര്യരാഗം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ഓ മാധുര്യരാഗം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം.
താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കട്ട ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കർത്താവേ, ഹല്ലേലൂയ, കർത്താവേ, ഈ ആഴ്ചയുടെ ഒന്നാം പകൽക്കാലം കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാനും കർത്താവ് ചെയ്ത നന്മകൾ ഓർക്കുവാനും കർത്താവേ, ഞങ്ങൾ മതി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുവാൻ തന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, കർത്താവ്, ഞങ്ങളെ സ്നേഹിച്ച കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി നന്ദി കർത്താവേ. എത്ര പേരിൽ നിന്ന് ഞങ്ങളെ ചിലരെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ ക്രൂശിൻ്റെ സ്നേഹം അങ്ങനെ തുറന്നു കാട്ടിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ രക്ഷയുടെ മഹത്വം, ആ രക്ഷയുടെ മഹിമ തിരിച്ചറിയുവാൻ കർത്താവ് ഭാഗ്യത ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. പാടുക ഞങ്ങൾ ബലം തന്നു, പ്രാർത്ഥിപ്പിക്കാൻ ഞങ്ങൾ ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. തുടർന്ന് നടക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകളും തരണമെന്ന് കർത്താവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഓരോരുത്തരും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും പല ഭാരങ്ങളുമായി, പല പ്രയാസങ്ങളുമായി, പല ചോദ്യങ്ങളുമായി ഈ സഭയിൽ കർത്താവേ, ഈ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ്, ഞങ്ങൾ വേണ്ടത് എന്തെന്ന് അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ അങ്ങ് സ്വർഗത്തിലെ മന്ന പൊഴിച്ചു മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദാസന്മാരെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു, അവരെ ഉപയോഗിക്കുമാറണം, ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭ ഒരിക്കലും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവദാസൻ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ ഓരോ വിശ്വാസികളെയും പേര് വരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും താഴ്ച ഭവിക്കയില്ല കർത്താവിൽ. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഉയർച്ച തന്നെ ഭാവിക്കും കർത്താവെ. ഹല്ലേലൂയ, ഉയർച്ച മാത്രം കർത്താവിൻ്റെ ജീവിതത്തിൽ ഭവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. പലരും ഞങ്ങളുടെ മധ്യത്തിൽ ഇല്ലല്ലോ കർത്താവെ. ആ സാഹചര്യം അപ്പച്ചൻ അറിയുന്നു കർത്താവ്. ഞങ്ങൾക്ക് വേണ്ടി എല്ലാ നീക്കുപോകളും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇങ്ങനെയുള്ള നിക്ഷേപങ്ങളെയും മറുപടികളും ഗുപ്തതകളെയും തരാമെന്ന് പറഞ്ഞ കർത്താവെ, എല്ലാം തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ കർത്താവെ ബലമുള്ള കരുതൽ ഞങ്ങൾക്ക് തിരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. താഴ്ത്തും സമർപ്പിക്കുന്നു. ഒരാഴ്ച ജീവിപ്പാനുള്ള കൃപയും ശക്തിയും ബലവും തിരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുമാറാക്കണമെന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല കർത്താവ് ചെയ്ത വിടുതലുകളും കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ കർത്താവെ തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ എല്ലാം എല്ലാം സന്തോഷിതമായി ചെയ്യാൻ പോകുന്ന വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ വലിയ ശ്രീകൃഷ്ണനാമം തന്നെ. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് സമയം കൂടി നമുക്ക് ദിവസമില്ല, വീണ്ടും ആയിരിക്കാം ദിവസത്തിന് സാന്നിധ്യത്തിനായ സ്തോത്രം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, അങ്ങ് സ്തുതിക്കുന്ന അങ്ങ് വാഴ്ത്തുന്നു കർത്താവെ. ഹല്ലേലൂയ. വീണ്ടും നല്ല ഈ പകൽക്കാലത്തിനായ സ്തോത്രം കർത്താവെ. വിശുദ്ധ ദിവസത്തിൽ കർത്താവെ, ചുരുക്കം പേരാടിയങ്ങൾക്ക് അങ്ങയുടെ നാമത്തിൽ കടന്നു വന്ന് വീണ്ടും അങ്ങ് സ്തുതിക്കുവാൻ നൽകുന്ന അവസരത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവ്, സത്യത്തിൽ ആത്മാവിൽ അങ്ങ് പാടി മഹത്വപ്പെടുത്തുവാനും അങ്ങ് ആരാധിക്കുവാനും കർത്താവ് നൽകിയ അവസരത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് വീണ്ടും കർത്താവ് അടിയങ്ങളെ തന്നെ തിരക്കാൻ സമർപ്പിക്കുന്ന കർത്താവെ. കടന്നു വരുന്നവരെ എല്ലാവരെയും അങ്ങയുടെ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവെ, വീണ്ടും അങ്ങയുടെ പാവൻ രക്തത്താൽ കഴുകി അടിയങ്ങളെ ഓരോരുത്തരെ ശുദ്ധീകരിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ രക്തത്താൽ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും മുദ്രയിടുന്ന കർത്താവെ. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കും കർത്താവെ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കർത്താവ് അങ്ങയുടെ നാമത്തിൽ കർത്താവെ അടിയങ്ങൾ കർത്താവെ അത് കവർ ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ശത്രു ഒന്നിനെ നോക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാകരുതെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഓ ശത്രു ഒന്നിനെ കർത്താവ് ക്ലെയിം ചെയ്യുവാൻ ഇടയാകരുതെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തിൽ സകലതും കർത്താവ് ഞങ്ങൾ സീൽ ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട ദൈവം. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന ദൈവം കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് കടന്നു വന്നവരെ എല്ലാം വീണ്ടും തീർക്കാൻ സമർപ്പിക്കുന്ന കർത്താവെ. ഞങ്ങൾ ആരെങ്കിലും കർത്താവ് ഏതെങ്കിലും കർത്താവ് ശാരീരികമായിട്ടുള്ള ബലഹീനത ഉണ്ടെങ്കിൽ കർത്താവെ, ഇന്നീ പകൽക്കാലം കർത്താവെ ആരാധനയിൽ വിടുതലുണ്ടല്ലോ കർത്താവെ. ആ വിടുതൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ, ആ സൗഖ്യം ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ, ഇന്ന് ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ഹല്ലേലൂയ. ഇന്നത്തെ കർത്താവെ ഹാലുള്ള കൂടി വരവ് കർത്താവ് ഞങ്ങൾക്ക് ഏവർക്കും കർത്താവെ ആത്മീയവും ഭൗതികവും എല്ലാ മേഖലകളിലും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കും കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ കർത്താവെ. ആ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ ടാപ്പ് ഇൻ ചെയ്യുവാൻ. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾ പങ്കുവെക്കുവാൻ കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടിയതൊക്കെ പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തർ ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്ന് ഞങ്ങളുടെ കർത്താവെ സങ്കീർത്തന ശുശ്രൂഷകളൊക്കെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സങ്കീർത്തനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. വചന ധ്യാനത്തിലൊക്കെ കർത്താവ് അങ്ങയുടെ കരണം സമർപ്പിക്കുന്ന കർത്താവെ. അങ്ങയുടെ വചനത്താൽ അടിയങ്ങളോട് ഇടപെടണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഓ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ അങ്ങയുടെ ഹിതപ്രകാരം കർത്താവെ രൂപീകരിക്കാനൊക്കെ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആത്മീയ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും വളർന്നു വരുവാൻ. ഹല്ലേലൂയ. അങ്ങ് ആഗ്രഹിക്കുന്ന പ്രകാരം ഞങ്ങൾ ആയിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ.
ഹല്ലേലൂയ. കർത്താവ് നാട്ടിലേക്ക് പോയിരിക്കുന്ന സമയം ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് ബലപ്പെടുത്തുന്ന ശക്തിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കും. അപ്പം അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കർത്താവ് വ്യാപരിക്കണമെന്ന് അപേക്ഷിക്കും. കർത്താവ് ഹല്ലേലൂയ. വചനം അയച്ച കർത്താവ് സൗഖ്യം ഞങ്ങൾ കൽപ്പിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ആരാധിക്കുമ്പോൾ കർത്താവ് അവിടെ കർത്താവ് അങ്ങയുടെ കരം പ്രവർത്തിക്കട്ടെ, അങ്ങയുടെ കരം ചലിക്കട്ടെ എന്നാണ് നിങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ. അതങ്ങ് ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ കർത്താവ് സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് ജോലിയിലൊക്കെ ആയിരിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവരും അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പൈതങ്ങളൊക്കെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന കർത്താവെ ദേവദാസൻ്റെ മിനിസ്ട്രിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഗൈഡ് ചെയ്യുവാൻ ലീഡ് ചെയ്യുവാനും ഒക്കെ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേക കർത്താവ് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കർത്താവെ ഈ കോവൻ്റ് പട്ടണത്തെ കർത്താവ് ഇങ്ങനെ ഞങ്ങൾ കടന്നു വന്ന് കർത്താവെ ഹല്ലേലൂയ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവയോട് ആരാധിക്കുമ്പോൾ കർത്താവെ ഈ ദേശത്തിനൊരു വിടുതലുണ്ടാകട്ടെ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ അനേകർ കർത്താവെ ഈ അന്തിമ സമയത്തിൽ കർത്താവെ അങ്ങയുടെ രാജ്യത്തിലേക്ക് ചേരുവാനുണ്ടല്ലോ കർത്താവെ. അവരോടൊക്കെ സുവിശേഷം പറയുവാനും കർത്താവെ അവരോടൊക്കെ കർത്താവ് സംസാരിക്കുവാനും ഹല്ലേലൂയ അവരെ അങ്ങയിലേക്ക് നയിക്കുവാനൊക്കെ ഈ ദിവസങ്ങളിൽ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കർത്താവ് ഹല്ലേലൂയ ബോൾഡ്നെസ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആ പ്രാഗൽഭ്യം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തന മുഖാന്തരം കർത്താവെ മീഡിയയിൽ കൂടെ കർത്താവെ അതുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം മുഖാന്തരം കർത്താവെ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ഉത്തമ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളിൽ കൂടെ കർത്താവെ ഹല്ലേലൂയ അങ്ങേ കാണിച്ചു കൊടുക്കുവാൻ ഹല്ലേലൂയ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഹല്ലേലൂയ അങ്ങയുടെ സ്നേഹത്തെ പകരുവാൻ കർത്താവെ ഈ ദിവസങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും ബലപ്പെടുത്തുന്ന ശക്തി ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും തിരുക്കൾ സമർപ്പിക്കും. കർത്താവെ വീണ്ടും അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ ഓരോരുത്തരും സമർപ്പിക്കും. കർത്താവ് ഇന്നത്തെ ആരാധന വീണ്ടും സമർപ്പിക്കും. കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുന്നു. പ്രാർത്ഥന അതിനെ കേട്ടിരിക്കുക. സ്തോത്രം സകല യേശു നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഉയർപ്പിൻ്റെ ദിനം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗീയ പിതാവ് തന്ന നല്ല അവസരത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാനും ദൈവം എനിക്ക് തന്ന നല്ല ഭാഗ്യത്തിന് ഹാലിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ നമ്മൾ ചുരുക്കം പേരേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രതിയാൽ ചേച്ചി നാട്ടിലേക്ക് കടന്നു പോയിരിക്കും. നമ്മളെല്ലാം അറിഞ്ഞതാണ്. ക്ഷേമത്തോടെ അവിടെ എത്തിച്ചേരുവാൻ ദൈവം ബലപ്പെടുത്തി. മാതാപിതാക്കന്മാരെ കണ്ട് സന്തോഷിപ്പാനൊക്കെ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശൃംഖലയിൽ മറയ്ക്കുന്നതിന് വേണ്ടി ദൈവങ്ങൾ വൃത്തിയായി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രതികൂലങ്ങൾ ഹല്ലേലൂയ ഓരോ ദിവസവും നമ്മുടെ ജീവിതമാകുന്ന മണ്ഡലങ്ങളിൽ നേരിടുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ ദൈവം നമ്മെ അതിൽ നിന്നൊക്കെ ദൈവം ഓരോ ദിവസവും ദൈവം നമ്മെ വിടുവിക്കുന്നു. നമ്മുടെ മിടുക്കൊണ്ടല്ല, നമ്മുടെ സാമർഥ്യം കൊണ്ടൊന്നുമല്ല. ദൈവത്തിൻ്റെ വിലയേറിയ ഒരു സ്നേഹം നമ്മുടെ മേലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ആരും അറിയാത്ത സത്യത്തെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നല്ലോ. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലെങ്കിൽ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം നമ്മുടെ ജീവിതമാണ്. അല്ലെങ്കിൽ ഈ ഉലകത്തിൽ ദൈവം നമുക്ക് തന്നു. നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. ആ ഭാഗ്യമുള്ളൊരു ദിവസത്തിൽ കടന്നു വരുമ്പോൾ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ഹല്ലേലൂയ സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ മുന്നോട്ട് ജീവിതം നയിക്കുക. അതാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് അടുത്ത് ചേർന്ന് ജീവിതം നയിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തോട് ചേർന്ന് ജീവിതം നയിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. നമുക്ക് അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുക്കാം. പ്രതിയാൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അർപ്പണ ശാരീരമായി വളരെ ഭാരപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയ ചേച്ചിയുടെ പപ്പായൊക്കെ ഭാരപ്പെട്ടു. അങ്ങനെ അനേകർ പ്രയാസത്തിലൊക്കെ ആയിരുന്നു. എങ്കിലും ദൈവം വിടുതലൊക്കെ കൊടുത്തല്ലോ. ദൈവം ഹല്ലേലൂയ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം ഓരോ ദിവസവും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. സ്തോത്രം. പ്രതിയാൽ ഇന്ന് സങ്കീർത്തനമായി കൂടുതലായിട്ടൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ചില ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 27 നാം ഇന്ന് വായിച്ചത്. നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ ഹെഡിങ്ങിൽ നാം ഇങ്ങനെ കാണുന്നു, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതുവാനുണ്ടായ സാഹചര്യം നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം എഴുതുവാനുണ്ടായതായ കാര്യം തൻ്റെ വാർദ്ധക്യമായപ്പോഴാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഷ്മി ഒനേബ് എന്ന മല്ലൻ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അബിഷായ് ആ മല്ലനെ കൊന്ന് ദാവീദിനെ അവിടെ നിന്ന് വിടുവിച്ചു. ഈ കാര്യമാണ്. അതായത് ദാവീദ് തൻ്റെ വാർദ്ധക്യമായപ്പോഴും ഒരു യുദ്ധത്തിന് പോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ യുദ്ധത്തിൽ വെച്ച് ഒരു മല്ലൻ തന്നെ ഹല്ലേലൂയ കൊല്ലുവാൻ വേണ്ടി വന്നു. അപ്പോൾ അബിഷായ് അത് കാണുകയും പെട്ടെന്ന് ദൈവം അബിഷായോട് ഇടപെട്ട് ആ മല്ലനെ കൊല്ലുക. ഈ മല്ലൻ ആരെന്ന് ചോദിച്ചാൽ രാഫ എന്ന സ്ത്രീയിൽ ഉണ്ടായ മകനാണ്. അതായത് നമുക്ക് നേരത്തെ അറിയാവുന്നൊരു കാര്യമാണ്. ദാവീദ് കൊച്ചിലെ ഒരു മല്ലനെ കൊന്നു. ആരാ? ഗോലിയാത്ത്. അപ്പം ഗോലിയാത്തിൻ്റെ സഹോദരങ്ങളാണ് ഈ പറഞ്ഞ ഇഷ്മി മൊനേബ് എന്ന് പറഞ്ഞ ആള്. ഗോലിയാത്തിൻ്റെ സഹോദരൻ തന്നെയാണ്. അപ്പം രാഫ എന്ന സ്ത്രീയിൽ 4 മക്കളുണ്ടായിരുന്നു.
4 മക്കളിൽ മൂത്ത മകനായിരുന്നു ആര്? ഗോലിയാത്ത്. ആ ഗോലിയാത്തിനെയാണ് കുഞ്ഞു പ്രായത്തിൽ ദാവീദ് കൊന്നത് ഗോലിയാത്തിനെ. അപ്പോൾ അന്ന് മുതലേ ഭയങ്കര ദേഷ്യവും പകയും ഒക്കെ ഈ ബാക്കിയുള്ള 3 കുഞ്ഞുങ്ങൾക്കും 3 മക്കൾക്കും ഉണ്ടായിരുന്നു. അവരുടെ കാലിൽ 6 വിരലുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. രാഫ എന്ന സ്ത്രീയിൽ 4 മക്കളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ മകനാണ് ഗോലിയാത്ത്. ഗോലിയാത്തിനെ ദാവീദ് കൊന്നു. അന്ന് മുതൽ വളരെ വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അല്ലെങ്കിൽ 3 മക്കൾ, ആ 3 മക്കളുടെ കാലിൽ 6 വിരൽ വീതം ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഭയങ്കര ശക്തിയുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നോക്കുമ്പോൾ ഭയങ്കര ബലശാലികളായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ദാവീദ് ഒറ്റയ്ക്കായപ്പോൾ അല്ലെങ്കിൽ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഹല്ലേലൂയ ഈ ഇശ്മി ബോനേബ് നോക്കി നിൽക്കുമായിരുന്നു. എങ്ങനെയും ഒരു ചെറിയൊരു അവസരം കിട്ടുവാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ദാവീദ് മരണപ്പെടും എന്ന് വിചാരിച്ചു. എന്നാൽ പെട്ടെന്ന് അബിശായി, അതായത് തൻ്റെ സഹോദരിയുടെ മകൻ, മൂത്ത സഹോദരിയുടെ മകനാണ് അബിശായി അത് കാണുകയും പെട്ടെന്ന് അബിശായിൽ ദൈവത്തിൻ്റെ ഒരു പ്രകാശനം വന്ന് അബിശായി അദ്ദേഹത്തെ ആ മല്ലനെ കൊല്ലുകയുമാണ് ചെയ്തത്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ സങ്കീർത്തനം എഴുതിയത്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു, അതായത് ദൈവം അബിശായിലൂടെ എന്നെ വിടുവിച്ചു എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം തൻ്റെ ഉള്ളിലുണ്ടായിട്ട് താൻ ഹല്ലേലൂയ രചിച്ചതായ ഒരു സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്. വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം. അത് 4 ചിന്തകളായിട്ട് നമുക്ക് അതിനെ തിരിക്കാം. 1 ഉറപ്പാണ്, 1 ദൈവം നമുക്ക് തുണയായി നിൽക്കുന്നു, 2 തുണയായിട്ട് നിൽക്കുന്നു, 3 നമ്മുടെ ആഗ്രഹങ്ങളെ കാണിക്കുന്നു, 4 നമ്മുടെ അപേക്ഷകളെ കാണിക്കും. അങ്ങനെ 4ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സങ്കീർത്തനത്തെ തരംതിരിക്കുവാനായി നമുക്കിടയാകും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പ്രാരംഭ വാക്യം തന്നെ നാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം അനുഭവപ്പെടുന്നതായ വാക്യങ്ങളാണ്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഉറപ്പ് വേണം, നമ്മൾ ആരെ ഭയപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ ദൈവം നമ്മുടെ വെളിച്ചവും നമ്മുടെ രക്ഷയും ആണെങ്കിൽ നമ്മൾ എന്തിനാ മറ്റുള്ളവരെ ഭാരപ്പെടുന്നത്, മറ്റുള്ളവരുടെ മേൽ എന്തിനാ ഹല്ലേലൂയ നമ്മൾ പ്രയാസപ്പെടുന്നത്? നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ജീവിതമാകുന്ന ഉലകിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഹല്ലേലൂയ പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ദൈവമക്കൾക്ക് പ്രയാസവും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം, ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഉറപ്പ്. നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ തന്നെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ പഴയ നിയമ ആൾക്കാരെക്കുറിച്ചൊക്കെ നാം ചിന്തിച്ചാൽ ദൈവം അവരെ വലിയ വിടുതലുകളാണ് അവരുടെ ജീവിതത്തിൽ കൊടുത്തത്. അവർക്ക് പ്രയാസങ്ങൾ നേരിട്ടില്ല എന്നല്ല. ഏലിയാവിനെ നോക്കിക്കഴിഞ്ഞാൽ ഏലിയാവിനും പ്രയാസങ്ങൾ നേരിട്ടു, എലീശയ്ക്ക് അങ്ങനെ പലർക്കും പലവിധമായ പ്രയാസങ്ങളൊക്കെ നേരിട്ടു. മോശ ഹല്ലേലൂയ തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടിയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നാൽ അനേക പ്രയാസങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് നടുവിലൂടെ സംഭവിച്ചു. എല്ലാ ഭക്തന്മാരും, നമ്മൾ പഴയ നിയമകാല വിശുദ്ധ ഭക്തന്മാരെ നോക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട്. ദാവീദ് ആരായിരുന്നു? രാജാവായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ പഴയ കാലം നോക്കുമ്പോൾ എന്തോ ചെയ്തു? അനേക പ്രതിസന്ധികൾ സ്വന്തം സഹോദരങ്ങളിൽ നിന്നും ഹല്ലേലൂയ, സ്വന്തം ഹല്ലേലൂയ ചാർച്ചക്കാരിൽ നിന്നും ഹല്ലേലൂയ എല്ലാവരിൽ നിന്നും അനേക പ്രതികൂലങ്ങൾ നേരിട്ടു. എന്നാൽ ദാവീദിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം അവൻ്റെ സങ്കേതവുമായിരുന്നു. ദൈവം എപ്പോഴും അവനോട് കൂടെ ഇരിക്കും എന്നുള്ള വലിയൊരു ഉറപ്പ്, ഹല്ലേലൂയ ഒരു വലിയൊരു ഹല്ലേലൂയ ഒരു ഉറപ്പ് അവന് എപ്പോഴും ഉണ്ടായിരുന്നു. അതിൻ്റെ 2-ാമത്തെ വാക്യം, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. നമുക്കെതിരെ പോരാട്ടങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ അതൊന്നും ദൈവം എന്തോ ചെയ്തു സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം എന്തോ ചെയ്യും? നമുക്കെതിരെ ഒത്തിരി പോരാട്ടങ്ങൾ, ഇപ്പം അർപ്പണ ജീവിതത്തിലായാലും ജോലി സ്ഥാനത്തൊക്കെ വലിയ പോരാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മുടെ മിടുക്കൊണ്ടല്ല, നമ്മൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസ്തരല്ല. സത്യം പറഞ്ഞാൽ ജീവിതമാകുന്ന ഉലകം നോക്കുമ്പോൾ നമ്മൾ വലിയ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നുമില്ല, ലോകത്തിൻ്റെ മോഹങ്ങൾ അടിമപ്പെട്ടാണ് ഞാൻ ഇന്നും ഇവിടെ ദൈവസ്ഥാനിൽ നിൽക്കുന്നത്. എങ്കിലും ഞാൻ പറയാം, ചില സമയങ്ങളിൽ ലോകത്തിൻ്റെ മോഹങ്ങൾ അടിമപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും നമ്മുടെ ബലഹീനത ദൈവത്തിനറിയാം, തീർച്ചയായും അറിയാം. എങ്കിലും നമ്മൾ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്നും മാനസാന്തര ഹൃദയമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു ദിവസം തന്നെ ഒത്തിരി തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. നമ്മുടെ മക്കളോടായിക്കോട്ടെ, നമ്മുടെ ഭാര്യയോടായിക്കോട്ടെ, അല്ലെങ്കിൽ ഭർത്താക്കന്മാരോടായിക്കോട്ടെ, എല്ലാവരോടും നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കാം. പക്ഷേ ആ കുറവുകൾ ദൈവം അറിയുന്നത്. പക്ഷേ എന്നാലും ദൈവസന്നിധിയിൽ വൈകിട്ടിരുന്ന് ഹല്ലേലൂയ ഒരു നിമിഷം മതി. ഞാൻ പറയില്ല, കൂടുതലായ നേരങ്ങളൊന്നും വേണ്ട. ഒരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും എവിടെ ചെല്ലണം? ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ചെല്ലണം. ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്നാൽ ഹല്ലേലൂയ ദൈവം നമുക്ക് തുണയായിട്ട് നിൽക്കും. ആമേൻ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ദൈവമക്കളെ, നമുക്കെതിരെ
ഒരു സൈന്യം അല്ലെങ്കിൽ എല്ലാവരും ആരൊക്കെ എതിർത്താലും ആരെല്ലാം നമുക്കെതിരെ വന്നാലും നമുക്ക് ഭയപ്പെടേണ്ടതായ ഒരാവശ്യവുമില്ല. കാരണം എന്തുവാ, നമുക്ക് തുണയായിട്ട് ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. ഈ ലോകത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചേ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ദൈവം നമുക്ക് തുണയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനാ ഭാരം അനുഭവപ്പെടുന്നത്? പ്രത്യാൽ കർത്താവ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രത്യാൽ നമ്മുടെ ഏലീശയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഏലീശ ആരാമ്യ സൈന്യം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആക്രമിക്കാൻ വേണ്ടി വന്നു. ഹല്ലേലൂയ. അപ്പോൾ ഏലീശ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ബാലിക്കാരൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്തുവാ, വീടിന് ചുറ്റും എന്തുവാ, ആരാമ്യ സൈന്യം മൊത്തമാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവർ ഓടി വന്ന് ഏലീശയോട് എന്തോ പറഞ്ഞേ, ഹല്ലേലൂയ, നമ്മളെ കൊല്ലുവാൻ വേണ്ടി ആരാമ്യ സൈന്യം ഹല്ലേലൂയ പുറപ്പെട്ട് വന്നിരിക്കും, നമുക്ക് ചുറ്റും എന്തുവാ, ആരാമ്യ സൈന്യമാണ്. അപ്പോൾ എന്തോ ഏലീശ എന്തോ പറഞ്ഞേ, നിന്റെ ദൈവത്തോട് ദൈവം ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്തോ കണ്ടേ, ഏലീശ എന്തോ കണ്ടേ, ഹല്ലേലൂയ, കോടി കോടി എന്തോ അവരെക്കാളും കൂടുതൽ ദൈവത്തിൻ്റെ ദൂതന്മാരും ദൈവത്തിൻ്റെ സൈന്യം എന്തോ ചെയ്തു, അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ, അവൻ്റെ കണ്ണിനെ ദൈവം തുറന്നു. അതാണ് ദൈവമക്കളെ, നമ്മുടെ ജീവിതമാകുന്ന മണ്ഡലങ്ങളിൽ നാം അറിയാതെ പോകുന്ന ഒരു കാര്യമാണ്, നമുക്ക് ചുറ്റും ദൂതഗണത്തെ ദൈവം കാവലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചുറ്റും ഹല്ലേലൂയ ദൈവത്തെ, അതായത് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട ദൈവമക്കളുടെ ചുറ്റും ദൂതഗണത്തിൻ്റെ കാവലുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും അത് അറിയാതെ പോകുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ, ഭൗതികമായി നോക്കുമ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്നു, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ജോലിയിൽ പോകുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആത്മീക മണ്ഡലത്തിൽ നമുക്ക് ചുറ്റും അനേക പോരാട്ടങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ദൂതന്മാർ നമുക്ക് ചുറ്റും കൂടെ നമ്മൾക്ക് കാവലായി ഉള്ളത് കൊണ്ടാണ് നാം ഇതൊന്നും അറിയാതെ. ഹല്ലേലൂയ, ആത്മീകമായി നോക്കുമ്പോൾ ഹല്ലേലൂയ ആത്മീക മണ്ഡലത്തിൽ ഒത്തിരി പോരാട്ടങ്ങളുണ്ട്. എന്നാൽ ദൈവം നമ്മെ എന്ത് ചെയ്തു, പാറ്റിക്കളയുവാൻ വേണ്ടി കൊടുക്കുന്ന ദൈവമല്ല, ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെന്നാൽ അത് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ദൈവജനമാണ് നാം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നാലും ദൈവം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുണയായിട്ട് എപ്പോഴും നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അത് നമ്മൾ ഈ ദിവസങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രയാസങ്ങൾ വന്നേക്കാം, പ്രതികൂലങ്ങൾ വന്നേക്കാം, എന്നാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് തുണയായി നിൽക്കുന്ന നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇതിൽ കൂടുതലായിട്ട് പറയുന്നതായ കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു ചിന്തയാണ് ആഗ്രഹങ്ങളെ, പിന്നെ അപേക്ഷ. ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. നമ്മുടെ അപേക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ആമേൻ. സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വാക്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടു കൂടെ വസിക്കുന്നതിനെ, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ദൈവത്തോടു കൂടെ വസിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ മൺകൂടാരത്തിൽ ഹല്ലേലൂയ ദൈവം പരിശുദ്ധാത്മാവിനെ തന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ, ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യം അനുഭവിക്കുന്ന വ്യക്തികളാണ്. നമ്മളെ വെറുതെ ദൈവം കൈവിട്ടില്ല. കർത്താവ് ഹല്ലേലൂയ സ്വർഗാരോഹണം ചെയ്തപ്പോൾ നമ്മെ ഒറ്റയ്ക്ക് വിട്ടില്ല. ദൈവം എന്ത് ചെയ്തു, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. നമ്മുടെ മൺകൂടാരത്തിൽ എന്ത് ചെയ്തു, പരിശുദ്ധാത്മാവിനെ തന്നു. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ട് എങ്കിൽ, ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ട് എങ്കിൽ നമ്മളെ ദൈവം ജയശാലിയായി നടത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങളായാലും എന്തായാലും നമ്മൾ അതിലൊന്നും പതറിപ്പോകാതെ ദൈവം നമ്മെ നിർത്തും, നിത്യതയിലേക്ക് നമ്മളെ എത്തിക്കും. ആ ഒരു വലിയൊരു വിശ്വാസം എപ്പോഴും നമ്മുടെ ജീവിതമാകുന്ന മണ്ഡലങ്ങളിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്, നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കുകയുമരുത്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചതെങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിൻ്റെ വഴി എന്നെ കാണിക്കേണ്ടത്. ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതായ ഒരു പ്രത്യേക ഒരു വിഷയമാണ്, ദൈവത്തിൻ്റെ വഴി നമ്മളെ കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വഴിയല്ല, നമ്മുടെ ഹിതമല്ല, നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഹിതം. ആമേൻ. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് വളരെയധികം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. പ്രത്യേകം വളരെയധികം സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രത്യേകം നമ്മൾ വിചാരിച്ചതോ നനച്ചതോ ഒന്നുമല്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ നമ്മൾ 3 കുടുംബങ്ങൾ ചേർന്ന് ഇങ്ങനെ ഒരു ആരാധന കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ വേണം നമുക്ക് ചിന്തിക്കാം, ഇത് ശരിയാണോ തെറ്റാണോ? കാരണം പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്തതാണെന്നൊക്കെ ഒരു തോന്നലുണ്ട്. എന്നാൽ ഒരിക്കലും അല്ല ദൈവമക്കൾ. ദൈവത്തിനൊരു നിയോഗമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് 3 കുടുംബമേ ഇവിടെ ആരാധിക്കുന്നു ഉള്ളൂ എങ്കിലും ദൈവത്തിനൊരു ഹിതമുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കും തീർച്ചയായും. അല്ലെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മളെ ഹല്ലേലൂയ ദൈവം ആ പദ്ധതിയിലേക്ക് തീർച്ചയായും എത്തി. നമ്മൾ ദൈവസന്നിധിയിൽ താണിരുന്ന് കൊടുത്താൽ മതി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുക
പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറയുന്നു, യേശു അപ്പച്ചൻ പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിങ്ങളെ തന്നെ നിങ്ങൾ താഴ്ത്തുക. നിങ്ങൾ ഉന്നതനായിരിക്കണമെങ്കിൽ എന്തോ ഏറ്റവും താഴ്ന്ന് കൊടുക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവവും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. താന്ന് ദൈവത്തിൻ്റെ സന്നിധി ഇരുന്നാൽ മതി. എൻ്റെ ഒരു പാസ്റ്റർ എപ്പോഴും പറയും, ബിനു ബ്രദറെ, പൊട്ടനെ പോലെ ഹല്ലേലൂയ ഇരുന്നാൽ മതി. ദൈവത്തിൻ്റെ സന്നിധി നമ്മളൊരു പൊട്ടനെ പോലെ ഇരുന്നാൽ, അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവം നമ്മെ നിറയ്ക്കുവാൻ ശക്തനായ ദൈവം. നമ്മുടെ ആവശ്യങ്ങളിൽ, നമുക്കെല്ലാം ഈ ലൗകിക ജീവിതത്തിൽ നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. എന്നാൽ ഈ പല ആവശ്യങ്ങളും ദൈവത്തിനറിയാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ആവശ്യമായ കാര്യങ്ങളാണ്. നമുക്ക് ഒരു വാഹനം വേണം, ഇവിടെ ഒരു വീട് വേണം, എല്ലാ കാര്യങ്ങളും വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം, കുഞ്ഞുങ്ങൾ നല്ല സ്കൂളിൽ പഠിക്കണം, നമുക്ക് ആഗ്രഹമുണ്ട്. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. നല്ല ആഗ്രഹങ്ങളെ ദൈവം തീർച്ചയായും തരും. നമ്മൾ സ്തോത്രത്തോടെ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മതി, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായും നടക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്നേഹം, പ്രത്യാശ, വിശ്വാസം, ഇവ 3 നിലനിൽക്കുന്നു, ഇതിൽ വലുതോ സ്നേഹമാണ്. എങ്കിലും ഇതെല്ലാം, ഈ 3 കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാധാന്യമുള്ള. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതമാകുന്ന ഉലകിൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ദൈവത്തെ കാണുവാൻ ഇടയാകും, ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ ഇടയാകും. അതിനുവേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരുങ്ങാൻ. കൂടുതൽ ഞാൻ ഒന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. My grace is sufficient for you, for my power is made perfect in weakness. 2 Corinthians verse 12, chapter 1. Truly I tell you that if you bind something on earth, it is bound in heaven. If you lose something on earth, it is lost in heaven. Again, truly I tell you that if 2 of you on earth agree about anything that they ask for, it is given to them by my Father in heaven. For when 2 or 3 of you gather together in my name, there am I with you. Matthew 18, verse 18, 19 and 20. To God makes God makes darkness to light. Let the guide in the day and the day today. For all flesh is like grass, and all its glory like the flower of grass. The grass withers and the flower falls, but the word of the Lord remains forever. And this word is the good news that was preached to you. Amen. 1 Peter chapter 1, verse 24 and 25. നമുക്ക് പ്രത്യാശയുടെ ഒരു ഗാനം പാടി നമുക്ക് ചേർത്ത് മുഹൂർത്തപ്പെടുത്താം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അറിയാവുന്നൊരു പഴയൊരു ഗാനം, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്ന് ഇവിടെ മമകാന്തനെ ഒന്ന് കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. സന്തോഷത്തോടെ ചേർന്ന് കഴങ്ങളെടുത്ത് കർത്താവിനെ മുഹൂർത്തപ്പെടുത്താം. സ്വർഗനാട്ടിലെ
മരുഭൂമിയിൽ വളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ തിരിയാതെ കരുതുന്നു കൺമണി പോൽ. ഒരു നാളും നീ തിരിയാതെ കരുതുന്നു കൺമണി പോൽ. സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. നല്ല നാഥനെ നിനക്കായി ഞാൻ നില ചെയ്യുമെന്നും വരെ. നല്ല നാഥനെ നിനക്കായി ഞാൻ നില ചെയ്യുമെന്നും വരെ. അല്ല തീർന്നു നീ സവിദേവര ഇല്ല പാലിൽ വിശ്രമമോ. അല്ല തീർന്നു നീ സവിദേവര ഇല്ല പാലിൽ വിശ്രമമോ. സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ശത്രുകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയരേ. ശത്രുകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയരേ. ആശേരുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ വരണേ. ആശേരുന്നേ നിന്നെ കാണുവാൻ ആമേനേശുവേ. സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്തവ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇത്രയും സമയം കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ പാടുവാനും പ്രാർത്ഥിപ്പാനും സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവ് കേൾക്കുവാനും ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും സ്വർഗ്ഗ ദൈവമേ അങ്ങേക്ക് ഭാഗ്യമൊരുക്കി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. കർത്താവ് വെറും കേട്ടതുപോലെ ആവരുത് കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാഗൽഭ്യമാകുവാനും ആ ജീവിതത്തിൽ നടക്കുവാനും കർത്താവേ, കർത്താവ് റിപ്പൻറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെ കുറവുണ്ടോ അവിടെ കർത്താവ് അത് കണ്ടുപിടിച്ച് കർത്താവ് ഓരോ ദിവസവും കർത്താവ് അത് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വരവിൽ കർത്താവ് ഒന്നും തടസ്സമില്ലാതെ നിൽക്കരുത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവ് ആത്മീയമായി ഞങ്ങൾ പല പോരാട്ടങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് കർത്താവേ. ഹല്ലേലൂയ. അത് ഞങ്ങൾ മാനുഷികമായോ ഞങ്ങളത് ഞങ്ങൾ കാണുന്നില്ല, എങ്കിലും അത് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ഒരിക്കലും ഞങ്ങളുടെ ശത്രു ഞങ്ങളുടെ മേൽ ജയം കൊള്ളുവാൻ അങ്ങയുടെ ആക്കരുതേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് ഞങ്ങളുടെ വചനം കേൾക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച വാഗ്ദത്തങ്ങൾ ആ തക്ക സമയത്ത് പ്രാപിപ്പാൻ കർത്താവേ ഞങ്ങളെ തന്നെ അതിനെ കർത്താവ് ഒന്ന് പ്രിപ്പയർ ചെയ്യുവാനും ഞങ്ങളെ തന്നെ ഒന്ന് കർത്താവ് ഒരുക്കുവാനും വരും നാളുകളിൽ ഞങ്ങൾ ഇടയാക്കുമാറോടൊന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുറവ് എവിടെയെന്ന് കർത്താവെ കണ്ടുകൊണ്ട് ഞങ്ങൾ അത് ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ട് നിരവ പ്രാപിച്ചുകൊണ്ട് കർത്താവ് ഓരോ ദിവസം കർത്താവിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കുവാനും കർത്താവിൻ്റെ വിശ്വാസത്തിൽ ഒരു വഴി കൂടെ മുന്നോട്ട് നിൽക്കുവാനുള്ള കൃപ അങ്ങനെ തെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളാരും പൂർണ്ണരുള്ളവരല്ല കർത്താവേ, എങ്കിലും ഞങ്ങളുടെ സകല കർത്താവെ അപൂർണതയെ മാറ്റി പൂർണ്ണതാക്കി തന്ന കർത്താവിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ ഒരു കൂടെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം,
ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ ഉറപ്പാണ് കർത്താവേ, അത് ഞങ്ങളുടെ ഉറപ്പാണ് കർത്താവേ. ആ ഉറപ്പോടെ ജീവിപ്പാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോ ദിവസം തെരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവസഭയ്ക്ക്, ഞങ്ങളുടെ ദേവദാസനും കുടുംബത്തിനോട് കൂടെ പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്ന ഐക്യ സമയങ്ങളെല്ലാം ക്ഷേമത്തോടെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ജോലി അച്ഛൻ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുന്നു, ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്നല്ലോ, യാത്രയെല്ലാം കർത്താവ് ക്ഷേമത്തോടെ കർത്താവെ കാത്തു പരിപാലിച്ച് കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. കർത്താവെ നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കളോട് പ്രാർത്ഥിക്കുന്നു. അത്ഭുത മന്ത്രി വീരണാം ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ പിറവ് പൂർണ്ണ വിടുതൽ കൊടുത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അടുത്ത ആഴ്ച കർത്താവെ അല്പം ചെയ്ത കർത്താവിൻ്റെ അത്ഭുതം കേൾക്കുമോ, ഞങ്ങളുടെ കാതുകളെ തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ 4 വഴികൊണ്ട് പ്രാർത്ഥന തന്നെ ആയിരിക്കുമ്പോഴെല്ലാം കർത്താവെ ഹല്ലേലൂയ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ മറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ രക്തങ്ങളിൽ മറയ്ക്കണമേ. ആ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പ്രാർത്ഥിക്കുന്നു. അർപ്പണക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നോമിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരെ 3 വരെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തിയ കർത്താവിന് വിശ്വസിക്കാൻ നന്ദി കർത്താവെ. നിന്നതല്ല, അപ്പം നിർത്തിയതാണ് കർത്താവെ. ഇതുവരെ കാത്തു പരിപാലിച്ച കർത്താവിന് വലിയ സ്നേഹത്തെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ അവരെ കുടുംബമായിട്ട് കോവൻട്രി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന വിഷയങ്ങൾ കർത്താവ് പ്രിയ അർപ്പണ കർത്താവെ ഹല്ലേലൂയ പറഞ്ഞല്ലോ കർത്താവെ. അവരെ ഒരു നല്ലൊരു കർത്താവെ, നല്ലൊരു ജോലി തക്ക സമയത്ത് ഒരുക്കി കൊടുത്ത് കർത്താവ് നല്ലൊരു കർത്താവെ പൂർണ്ണമായ ഒരു ഫാമിലി ടൈം കിട്ടുവാനും അതോടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും കർത്താവെ ഈ കോവൻട്രി പട്ടണത്തോടെ നീ മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനും താഴ്ത്തുന്ന ഫേബോത്ത് പ്രാർത്ഥിക്കുന്നു. ഇടനുണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തിയ കർത്താവിന് വലിയ വിശ്വസ്തയ്ക്കായി നന്ദി കർത്താവെ. പ്രാർത്ഥന വിഷയങ്ങളെല്ലാം തക്ക സമയത്ത് കർത്താവ് നിർത്തി തരുന്ന കർത്താവിൻ്റെ അവയിലേറെ ഉചിതങ്ങളെ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളെ താഴ്ത്തി സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 3 കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഇവിടെ കടന്നു വന്ന എല്ലാ വിശ്വാസികളെയും പേരുപേരായി കർത്താവിനെ ഏൽപ്പിക്കുന്നവരെല്ലാവരും നീ മാനിക്കണമേ. അവരെ കർത്താവിനെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ സഭയിൽ വന്ന് കടന്നു പോയൊരു കർത്താവെ ഞങ്ങൾക്ക് അതൊരു അനുഗ്രഹമായിരുന്നു എന്ന് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി കർത്താവെ. കർത്താവത്തോടുന്ന ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ശക്തിയും കൃപയും ബലവും അങ്ങ് തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ ദിവസം നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അർപ്പിക്കപ്പെട്ട കർത്താവ് സ്തോത്ര വഴിപാടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നീട്ടുകരങ്ങളെ ബലപ്പെടുത്തണമേ. 30, 60, 100 മേനിയായി കൊയ്യോളം കൃപ തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദൈവമോ. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ ക്രിസ്തുവേശു തന്റെ ധനത്തിനൊത്ത വണ്ണം പരിപൂർണമായി തീർത്ത് തരുമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്ത് തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെല്ലാ തലമുറകളെയും എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പൈതങ്ങളാക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ആരും നശിച്ചു പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ക്ഷക്കരണം അറിവിൽ അവർ നീക്കാൻ ഞങ്ങളെല്ലാ കുഞ്ഞുങ്ങളെ നീ മറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങൾ ഭാരതത്തിൽ കടന്നു പോകുന്നു. പ്രിയത സാധനങ്ങളോട് ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ കാണുന്നവരെയും കർത്താവിന് ചെറുക്കന്മാരെ ഓരോരുത്തരും മറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ വലിയ സുരേഷം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ യേശു ക്രിസ്തു നാമം ചോദിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ.